നൂറിൽ വഫാത്തായ അബൂ സുലൈമാനുൽ ഖത്താബിയുടെ ശഗ്നു ദുആ എന്ന കിതാബിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി പറയുകയാണ് വഹഖീഖത്തു ദുആഇ കേട്ടോ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളതിനല്ല പഠിച്ചു വെച്ചോ എന്താ ദുആ എന്ന് വഹഖീഖത്തു ദുആഇ ദുആഇന്റെ നിർവചനം ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു അൽ മഊനത പഠിച്ചോ മുജാഹിദേ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ഒരടിമ അവന്റെ ഉടമയോട് അവന്റെ റബ്ബിനോട് അവന്റെ ഇലാഹിനോട് അവന്റെ ദൈവത്തോട് ചോദിക്കലാണ് അൽ മഊനത ഏത് സഹായം തേടിയാലും അത് പ്രാർത്ഥനയാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ പഠിച്ചു വെച്ചോളൂ ഒരബ്ദ് ഒരടിമ അവന്റെ ദൈവത്തോട് നടത്തുന്ന ചോദ്യം അതിനായി ഇസ്ലാമിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ ഞാൻ മുഹിയുദ്ദീൻ ശൈഖിനോട് ഒരു കാര്യം ചോദിക്കുന്നു എന്റെ മനസ്സിലുള്ളത് ശൈഖ് ജീലാനി റബ്ബാണെന്നാണോ ദൈവമാണെന്നാണോ ദൈവത്തിന്റെ കഴിവുള്ള ആളാണെന്നാണോ പാടില്ല പാടില്ല അത് ജീവിച്ചിരിക്കുന്ന മുഹമ്മദ്ക്കനോടും പാടില്ല സത്യസായിബാബനോടും പാടില്ല എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ആശയമാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ലാ തദ്ഉ മഅല്ലാഹി അഹദാ അതാണ് ആ പറഞ്ഞ ദുആ ഇത് പഠിക്കാതെ ഇമാം റാസിയുടെ തഫ്സീർ പഠിക്കാതെ ഇമാം സുലൈമാനുൽ ഖത്താബിയുടെ ശഗ്നു ദുആ എന്ന കിതാബ് ഓതി പഠിക്കാതെ എന്താണ് ദുആ എന്ന് ഇസ്ലാമിന്റെ ഭാഷയിൽ അവർ കൃത്യമായി നിർവചിച്ചിട്ട് ഇമാമിങ്ങളെ വലിച്ചെറിഞ്ഞ് സ്വയം നിർവചനമുണ്ടാക്കി